നമസ്കാരം. ജനസമക്ഷം സിൽവർ ലൈൻ ഓൺലൈൻ പരിപാടിയുടെ രണ്ടാം പതിപ്പ് ആരംഭിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് വിരമിച്ച രണ്ട് അധികായരാണ് ഇന്ന് സിൽവർ ലൈനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാൻ നമ്മോടൊപ്പമുള്ളത്. 35 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് അഡീഷണൽ ജനറൽ മാനേജറായി വിരമിച്ച എസ് വിജയകുമാരനും ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ചീഫ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത പി ജയകുമാറും രണ്ടുപേരും സർവീസിലിരിക്കെ ഇന്ത്യൻ റെയിൽവേയിലെ നിരവധി പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ്. ചിക്മംഗ്ലൂർ ഹാസൻ, ബംഗളൂരു ഹാസൻ, ചിത്രദുർഗ, രാജദുർഗ തുടങ്ങിയ സെക്ടറുകളിൽ പുതിയ പാതകളുടെ നിർമ്മാണത്തിനും മൈസൂർ ബംഗളൂരു ഹൂബ്ലി, സേലം കരൂർ, കാമ്പ്രം വെളിപുറം, വേളാങ്കണ്ണി തുടങ്ങിയ പാതകളുടെ ഇരട്ടിപ്പിക്കലിനും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ശ്രീ എസ് വിജയകുമാരൻ. ഇപ്പോൾ കേരളിൻ്റെ ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിക്കുന്നു. കേരളിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പി ജയകുമാർ 42 കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കലിനും 77 കിലോമീറ്റർ ഗേജ് മാറ്റത്തിനും നേതൃത്വം നൽകുകയുണ്ടായി. എറണാകുളം മുളന്തുരുത്തി, കായംകുളം ഹരിപ്പാട്, കായംകുളം ചെങ്ങന്നൂർ തുടങ്ങിയ പാതകൾ ഇരട്ടിപ്പിച്ചത് അദ്ദേഹം നേതൃത്വത്തിലിരിക്കുമ്പോഴാണ്. കൊല്ലം പുനലൂർ ഗേജ് മാറ്റം ആണ് അദ്ദേഹം നേതൃത്വം നൽകിയ മറ്റൊരു പ്രധാന പദ്ധതി. തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കൽ പ്ലാനിംഗ് ഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു ഈ സെക്ടറിലെ ചീഫ് എഞ്ചിനീയർ. പിന്നീട് നമ്മോടൊപ്പമുള്ളത് കേരളിലെ സെക്ഷൻ എഞ്ചിനീയറായ പ്രശാന്ത് സുബ്രഹ്മണ്യം. ഈ 3 പേരും ജനങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ആശങ്കകൾക്ക് പരിഹാരം നൽകുകയും ചെയ്യുന്നതാണ്. 2017 കേരള റെയിൽ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ കേരയിൽ സ്ഥാപിതമാകുന്നത്. കേരളത്തിലെ റെയിൽവേ വികസനം വേഗത്തിലാക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സംസ്ഥാന സർക്കാരും റെയിൽവേ മന്ത്രാലയവും സംയുക്തമായാണ് കേരളിന് രൂപം നൽകിയത്. റെയിൽവേ വികസനത്തിൽ സംസ്ഥാനങ്ങളെ കൂടി പങ്കാളികളാക്കുക എന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിൻ്റെ ഭാഗമായി മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരം സംരംഭങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ റെയിൽവേയുടെ പല സുപ്രധാന പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഉത്തരവാദിത്വം ഇപ്പോൾ കേരളിനാണ്. തലശ്ശേരി മൈസൂർ ബ്രോഡ്ഗേജ് പാത, ശബരി റെയിൽ പദ്ധതി, നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത തുടങ്ങിയവയാണ് കേരളയിൽ നിലവിലേറ്റെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി 27 മേൽപ്പാലങ്ങളും അടിപ്പാലങ്ങളുമാണ് കേരളയിൽ നിർമ്മിക്കാൻ പോകുന്നത്. ഇവയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള നാം ചർച്ച ചെയ്യുന്ന തിരുവനന്തപുരം കാസർഗോഡ് അർദ്ധ അതിവേഗ റെയിൽപാതയായ സിൽവർ ലൈൻ പദ്ധതിയാണ് കേരളയിൽ നടപ്പാക്കുന്ന ഏറ്റവും സുപ്രധാനമായ പദ്ധതി. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു അർദ്ധ അതിവേഗ റെയിൽപാത അനിവാര്യമായിരിക്കുന്നത്? അതേക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് നമുക്ക് ലഭിച്ച ചില ചോദ്യങ്ങൾ നോക്കുകയാണ്. അതിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിദഗ്ധർ മറുപടി നൽകുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, നിലവിലുള്ള റെയിൽവേ പാതയിൽ വളവുകൾ നിവർത്താതെ പാത ഇരട്ടിപ്പിച്ച് സബർബൻ റെയിലും സെമി ഹൈസ്പീഡ് പദ്ധതി സിൽവർ ലൈനും അതായത് സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയായ സിൽവർ ലൈൻ നടപ്പാക്കിയാൽ നഷ്ടമുണ്ടാകുമോ? ഇത് സാധ്യമാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ബിജോയ് AV എന്ന ഒരാളാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് കേരളിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ജയകുമാർ മറുപടി നൽകും. ഇതിൽ സബർബൻ റെയിലും ഹൈസ്പീഡ് റെയിലും രണ്ടും കൂടെ കമ്പൈൻഡായിട്ട് നടത്തുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സബർബൻ റെയിലിൻ്റെയും ഹൈസ്പീഡ് റെയിലിൻ്റെയും പർപ്പസ് രണ്ടാണ്. അതായത് നമ്മളിപ്പം സബർബൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് സ്പീഡിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നില്ല. കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ പറ്റും, നമുക്ക് കൂടുതൽ ട്രാഫിക് മൂവ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ പോകാനാണെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ സബർബൻ ട്രെയിൻ ആണെങ്കിൽ കൂടുതൽ ആൾക്കാരെ കൂടുതൽ ട്രാഫിക്ക് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേസമയം ഹൈസ്പീഡ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തികച്ചും വ്യത്യസ്തമാണ്. ഹൈസ്പീഡിൽ നമുക്ക് ടൈം സേവിങ് ആണ് അതിനകത്ത് മെയിൻ ഫാക്ടർ. അപ്പോൾ എനിക്ക് തോന്നുന്നു മിസ് ബിജോയ് ചോദിച്ചത് ഇത് രണ്ടും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണെന്ന് ചോദിച്ചത്. ഇതിലിപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹൈ സ്പീഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഫീഡർ സർവീസായിട്ട് സബർബനെ നമുക്ക് എടുക്കാം. ചോദിച്ചിരിക്കുന്നത്
അതിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തിരുവനന്തപുരം ചെങ്ങന്നൂർ ഒരു സബർബൻ പാതയെക്കുറിച്ചുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടാക്കി നമ്മളത് റെയിൽവേയുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ റെയിൽവേയുടെ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ട്രാക്കിൽ നമുക്ക് അഡീഷണൽ ട്രെയിൻസ് ഓടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അപ്പോൾ എക്സിസ്റ്റിംഗ് ട്രാഫിക്കുമായിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നത് കൊണ്ട് എക്സിസ്റ്റിംഗ് ട്രാക്കിൽ സബർബൻ ഉണ്ടെങ്കിൽ തന്നെ അഡീഷണൽ ട്രെയിൻസ് ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ പാത ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സബർബൻ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആയിരുന്നു റെയിൽവേയുടെ സ്റ്റാൻഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് സബർബന് വേണ്ടിയിട്ട് അഡീഷണൽ ട്രാക്സ് വേണ്ടി വരും. അതുകൂടാതെ സിൽവർ ലൈൻ എന്ന് പറയുന്നത് സ്റ്റാൻഡ് ലോൺ ആയിട്ട് വേറൊരു സിസ്റ്റം കൂടെ വേണ്ടി വരും. അപ്പോൾ ദാറ്റ് മീൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സബർബൻ്റെ കോസ്റ്റും ഉണ്ടാവും, സിൽവർ ലൈനിൻ്റെ കോസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതിൽ വേറൊരു കാര്യം വെച്ചാൽ ഈ സബർബൻ സിസ്റ്റം എല്ലാ സെക്ഷൻസിലും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് എവിടെയൊക്കെയാണോ ട്രാഫിക് കൂടുതലുള്ളത് അവിടെയാണ് സാധാരണ രീതിയിൽ സബർബൻ സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റോപ്സ് സബർബൻ സിസ്റ്റത്തിൽ ഇപ്പോൾ ഉള്ള അതേ എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് കാണും. വേറെ ഹൈസ്പീഡിനകത്ത് സെമി ഹൈസ്പീഡിനകത്താണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റോപ്സ് സബർബനുള്ളതിൻ്റെ ഒരു 1/10 ഉണ്ടാവുള്ളൂ. സോ ബിജോയുടെ പിന്നെ ഐഡിയ നല്ലതാണ്, പക്ഷേ ഇതിനകത്തുള്ള ഇതാണ് പ്രോബ്ലം. ഇതിനകത്ത് മെയിൻ ആസ്പെക്റ്റ് ഇറ്റ്സ് എ പ്രോബ്ലം റിഗാർഡിങ് ഫണ്ട്സ് ഓൺലി. ഇത് 2 സിസ്റ്റം കൂടെ ഏറ്റെടുക്കാനുള്ള പൈസ നമുക്കുണ്ടാകുമോ എന്നുള്ളതാണ് ഇഷ്യൂ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഉത്തരം വ്യക്തമാണ്. വേഗതയേറിയതെല്ലാം മനോഹരങ്ങളാണ്. സ്വിഫ്റ്റ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ എന്ന് പാടിയത് ഇംഗ്ലീഷ് കവയത്രി എലിസബത്ത് കോട്സ്വർത്താണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൊടിയേറ്റം സിനിമ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ഒരു KSRTC ബസ് അതിവേഗം കുതിച്ചു പായുമ്പോൾ ഭരത് ഗോപി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ വെളുത്ത വസ്ത്രത്തിലേക്ക് ചെളി തെറിക്കുന്ന ഒരു രംഗമുണ്ട്. വസ്ത്രത്തിൽ ചെളി തെറിക്കുമ്പോഴും എന്തൊരു സ്പീഡ് എന്ന് കൗതുകപ്പെടുകയാണ് ആ കഥാപാത്രം ചെയ്യുന്നത്. അക്കാലത്ത് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ബസ്സുകളൊന്നും നിലവിലില്ല എന്ന് ഓർക്കണം. അക്കാലത്ത് പോലും ഒരു സാധാരണ KSRTC ബസ്സിൻ്റെ വേഗത നമുക്ക് കൗതുകമായിരുന്നു. വേഗത ഒരു കാലത്ത് ചന്തവും കൗതുകവുമൊക്കെ ആയിരുന്നു. ഇന്ന് പക്ഷേ വേഗത നമുക്ക് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിൽ കറങ്ങുന്ന ഇക്കാലത്ത് വിചാരിച്ച സ്ഥലത്ത് വിചാരിച്ച നേരത്ത് എത്താൻ പറ്റുന്നില്ല എന്നത് വലിയ ഒരു വിഷമ സന്ദർഭം തന്നെയാണ്. വാഹനപ്പെരുപ്പവും ഗതാഗതക്കുരുക്കും കൊണ്ട് ശ്വാസം മുട്ടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ദേശീയപാതകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ദിനംപ്രതി വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നു. ക്രമാതീതമായ തോതിലാണ് സംസ്ഥാനത്തെ വാഹനപ്പെരുപ്പമെന്ന് 2021 സാമ്പത്തിക സർവേയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 1000 പേർക്ക് 445 വാഹനങ്ങളുണ്ടെന്നാണ് കണക്ക്. നമ്മുടെ ദേശീയ ശരാശരി, അതായത് ഇന്ത്യയിൽ 1000 പേർക്ക് 18 വാഹനങ്ങളാണുള്ളത്. വികസിത രാജ്യമായ അമേരിക്കയിൽ 1000 പേർക്ക് 500 വാഹനങ്ങളും ചൈനയിൽ 47 വാഹനങ്ങളുമാണ്. അതായത് കേരളത്തിലെ വാഹനപ്പെരുപ്പം ചൈനയേക്കാൾ വളരെ മുന്നിലാണെന്ന് വ്യക്തം. 2011 60.72 ലക്ഷം മോട്ടോർ വാഹനങ്ങൾ ഉണ്ടായിരുന്ന കേരളത്തിൽ 2021 1.48 കോടി മോട്ടോർ വാഹനങ്ങളുണ്ട്. 10 വർഷത്തിനിടയിൽ 144.51% വാഹനപ്പെരുപ്പം. റോഡിലെ തിരക്കിനെ ശപിച്ച് വാഹനത്തിലിരിക്കുമ്പോഴും ഗതാഗതക്കുരുക്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്തിൻ്റെ കണക്ക് നമ്മൾ കണക്ക് കൂട്ടാറില്ല. സമയത്തെ അധ്വാനവുമായി ചേർത്ത് കണക്ക് കൂട്ടുമ്പോഴാണ് ഈ നഷ്ടത്തിൻ്റെ വില എത്രയാണെന്ന് മനസ്സിലാകൂ. മണിക്കൂറിന് പ്രതിഫലം വാങ്ങുന്ന തൊഴിലാളിക്ക് ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകൾ നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടവും വലുതാണ്. അധ്വാനം എന്നാൽ രാഷ്ട്ര പുനർനിർമ്മാണം തന്നെയാണ്. രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് കാലവിളംബം സംഭവിക്കാനും ഈ സമയനഷ്ടം കാരണമാകുന്നുണ്ട്. അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോഴാണ് ഒരു പ്രദേശം സർവ്വരംഗത്തും മുന്നോട്ട് കുതിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗതാഗത സംവിധാനം തന്നെയാണ്. ഗതാഗതത്തിൻ്റെ പൂർണ്ണത സുരക്ഷിതവും സുഖകരവും വേഗതയേറിയതുമായ ഒരു സംവിധാനത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ പറ്റൂ. അതാണ് സിൽവർ ലൈൻ. കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കും സാമ്പത്തിക ഘടനയ്ക്കും അനുസൃതമായി ഏറ്റവും പ്രായോഗികമായി രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് ഈ അർദ്ധ അതിവേഗ റെയിൽപാത. സിൽവർ ലൈൻ വരുമ്പോൾ കേരളം എങ്ങനെ മാറുമെന്ന് കൂടി നമുക്ക് നോക്കാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട മറ്റു ചില ചോദ്യങ്ങളിലേക്ക് കൂടി പോകാം. ഖലീൽ നമാനി എന്നൊരാൾ ചോദിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ ചോദ്യം ഫെബിൻ ഫ്രാൻസിസ് എന്നൊരാളാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഈ സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതോടൊപ്പം ഉണ്ടാകുന്ന ബഫർ സോണിൽ നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് എന്ത് സംഭവിക്കും? രണ്ടാമത്തെ ചോദ്യം, ഈ സ്ഥലം, ഈ ബഫർ സോൺ
കേരളയിൽ ഏറ്റെടുക്കുമോ അതോ അവിടെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ മരവിപ്പിച്ച് നിർത്തുമോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം തന്നെ ചോദിക്കുന്നത്. മറ്റൊരു ചോദ്യം, ഈ ബഫർ സോൺ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം നൽകുമോ, സമാനമായ നഷ്ടപരിഹാരം നൽകുമോ എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കേരളയുടെ ഉപദേഷ്ടാവ് കൂടിയായ എസ് വിജയകുമാരൻ സാർ പറയുന്നതാണ്. Morning. I'm sorry I will be speaking in English because I cannot speak fluently in Malayalam. The buffer zone is a concept required for the safety of both the railway and the public around. Indian Railways are following a buffer zone concept of 15 meters from the right of way in all sections. Some critical places they are reducing to 10 meters, but minimum is 10 meters in Indian Railways. Silver Line has adopted a concept of 5 meter safety zone from the right of way. Right of way means the land which is being acquired for the construction of the railway line. The edge of the land is the right of way. From there 5 meters on either side. The 5 meters is the minimum buffer zone required for running safely the trains and also the safety of the public living in the adjoining areas. The question is whether the existing structures, houses, etc., which is in the buffer zone, will be allowed to continue or they will be dismantled. So as far as the existing structures are concerned, buffer zone need not be cleared. They can be allowed to continue because they are already existing and the safety during construction will be taken care of. So they need not worry. The land normally in the buffer zone will not be acquired. It is not required to be acquired as per the acts, and Indian Railways is also not acquiring. So, but it will be frozen. That is, further development or building a new structure in the land in the buffer zone will not be allowed. In case if there is a necessity to acquire the buffer zone land, for example, if there is a necessity arises to put a road or put a structure there, then in that case the buffer zone will be acquired. Compensation will be paid as per the act. That is the principle behind buffer zone, and the buffer zone adopted by Silver Line is the least in the whole of India. I think whoever has asked Mr. Francis, this should be clear. ഉത്തരം വ്യക്തമാണ്. സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിനോട് ചേർന്ന് വരുന്ന ബഫർ സോണിലെ നിലവിലുള്ള കെട്ടിടങ്ങൾ അതേപടി തുടരാൻ സാധിക്കും. അതേസമയം അവിടെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ തൽക്കാലം മരവിപ്പിച്ച് നിർത്തും. ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം നൽകും. സാധാരണഗതിയിൽ ബഫർ സോൺ ഭൂമി ഏറ്റെടുക്കാറില്ല എന്നാണ് എസ് വിജയകുമാരൻ സാർ ഈ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, സിൽവർ ലൈൻ പദ്ധതി എപ്പോൾ തുടങ്ങുമെന്നാണ്. ഖലീൽ നമാനി എന്നൊരാൾ ഇമെയിൽ വഴിയാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ചോദ്യത്തിന് പ്രശാന്ത് സുബ്രഹ്മണ്യം ഉത്തരം നൽകും. സിൽവർ ലൈൻ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം 2018 നമ്മളതിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് പഠനവുമായിട്ട് മുന്നോട്ട് വന്നതാണ്. 2019 ഫീസിബിലിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ കിട്ടി. ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് 2020 ജൂൺ മാസത്തിൽ റെയിൽവേ മന്ത്രാലയത്തിന് സബ്മിറ്റ് ചെയ്തതാണ്, കേരള സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടെ. ഇനി അതിൻ്റെ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ്, റെയിൽവേ ഭൂമിയുടെ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് കൂടെ റെയിൽവേ മന്ത്രാലയം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ സർവേ നടപടികൾ ഫീൽഡിൽ നടക്കുന്നു, അധികം വൈകാതെ നടക്കും. അത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പാരലൽ ആക്ടിവിറ്റീസ്, ഇതിൻ്റെ കൂടെ തന്നെ പാരലലായിട്ട് SIA പഠനം, നമ്മൾ ലാൻഡ് അക്യൂസേഷൻ്റെ മുന്നോടിയായിട്ടുള്ള സാമൂഹിക ആഘാത പഠനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദമായിട്ടുള്ള സമഗ്ര പാരിസ്ഥിതിക ആഘാത പഠനം,
നമ്മൾ ഓൾറെഡി DPRന്റെ ഭാഗമായിട്ട് ഒരു റാപ്പിഡ് EIA സ്റ്റഡി പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടാതെ ഒരു സമഗ്ര ഹോൾ സീസൺ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പാരിസ്ഥിതിക ആഘാത പഠനം കൂടെ ഇപ്പോൾ ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിശദമായിട്ടുള്ളൊരു ഹൈഡ്രോളജി സ്റ്റഡി, നമ്മൾ നേരത്തെ റാപ്പിഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഹൈഡ്രോളജി സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം വിശദമായിട്ട് ഫീൽഡിൽ വരുന്നൊരു സർവേ അതും ഇപ്പോൾ പ്രോഗ്രസ്സിലാണ്. അതുപോലെ തന്നെ CRZ മാപ്പ് മാംഗ്രൂവ്സ്, നമുക്കിപ്പം വടക്കൻ കേരളത്തിലോട്ട് പോവുകയാണെങ്കിൽ തിരൂരിൽ നിന്ന് കാസർഗോഡ് വരെ ഇന്ത്യൻ റെയിൽവേക്ക് പാരലായിട്ടാണ് നമ്മുടെ അലൈൻമെൻറ്റ് പോകുന്നത്. അപ്പം അത് വന്നൊരു കോസ്റ്റൽ ലൈനിലാണ്. അവിടെ വരുമ്പോൾ CRZ ഏരിയ അല്ലെങ്കിൽ മാംഗ്രൂവ്സ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പഠനം നമ്മൾ നാഷണൽ സെൻട്രൽ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെൻറ്റ് അതോറിറ്റി, അതായത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റിൻ്റെ തന്നെ ഒരു സയൻറ്റിസ്റ്റ് ഗ്രൂപ്പാണ് അത് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റുള്ള അനുബന്ധമായിട്ടുള്ള ഇപ്പം അന്തിമ അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ ടെൻഡർ നടപടികളിലോട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെൻഡറുകൾ, അതായത് PMC ടെൻഡർ, നമ്മളിപ്പോൾ കേരയിൽ പദ്ധതി അംഗീകാരം കിട്ടിയാൽ അത് നടപ്പിലാക്കുന്നതിനൊരു എക്സ്പേർട്ടായിട്ടുള്ളൊരു എക്സ്പേർട്സ് ഗ്രൂപ്പ്, പബ്ലിക് പ്രൊജക്ട് PMC ആവശ്യമാണ്, പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ പ്രിപ്പറേഷൻ, ഇപ്പം ഉദാഹരണം പറയുന്നത് മുംബൈ അഹമ്മദാബാദിൻ്റെ പ്രൊജക്റ്റ് എക്സിക്യൂഷൻ ചെയ്യുന്നത് അവിടുത്തെ ടാറ്റ കൺസൾട്ടൻസി, അവർക്കാണ് ടെൻഡർ കിട്ടി, അവരാണ് അവിടുത്തെ PMC നടത്തുന്നത്. അതുപോലൊരു നടപടിക്ക് വേണ്ടിയിട്ടുള്ള ടെൻഡറുകൾ, പിന്നെ അതിനുവേണ്ടി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള നമ്മൾ EPC ടെൻഡറിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള EPC ടെൻഡർ ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ, ഇതെല്ലാം ഇപ്പം അതിന് പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ ഉടൻ തന്നെ പദ്ധതി ലാൻഡ് അക്യൂസേഷനുമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കിടക്കും. ഉത്തരം വ്യക്തമാണ്. തീരദേശ പാതയുടെ മീഡിയനിലൂടെ എലിവേറ്റഡായി സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ തീരദേശ പാതയ്ക്ക് ലഭ്യമായ ഭൂമിയും നിലവിൽ റോഡ് കടന്നു പോകുന്നതും എന്നാൽ പുതിയ അലൈൻമെൻറ്റിൽ ഇല്ലാത്തതുമായ സ്ഥലവും ഉപയോഗിക്കാൻ കഴിയില്ലേ? സുഭാഷ് M എന്നൊരാളാണ് ഇമെയിൽ വഴി ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം P. ജയകുമാർ പറയുന്നതാണ്. സുഭാഷിൻ്റെ ഈ സജഷൻ വളരെ നോവലായിട്ടുള്ളൊരു സജഷനാണ്. അതായത് എക്സിസ്റ്റിംഗ് റോഡിൻ്റെ ഹൈവേയുടെ നടുക്കൂടെ മീഡിയനിൽ കൂടെ റെയിൽവേയുടെ അലൈൻമെൻറ്റ് എടുക്കുക എന്നുള്ളത്. ഇതാണ് ഈ ഡൽഹി RRTS പ്രോജക്റ്റിലൊക്കെ ഇങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചോളം ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ ഭൂപ്രദേശത്തിൻ്റെ ആ പ്രത്യേകത കാരണം ഹൈവേയിലുള്ള വളവുകൾ വളരെ ഷാർപ്പാണ്. അതായത് നമ്മൾ ഇപ്പോൾ സിൽവർ ലൈന് 200 km/h സ്പീഡിൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ കർവിൻ്റെ റേഡിയസ് 1850 മീറ്ററാണ്. വേറാസ് നമ്മുടെ ഹൈവേയിലുള്ള വളവുകൾ ഷാർപ്പസ്റ്റ് കർവ് എന്ന് പറയുന്നത് 400 മീറ്റർ റേഡിയസ് ഉള്ള കർവുകളാണ് ഹൈവേയിലുള്ളത്. അപ്പോൾ ഇതിൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയുടെ അലൈൻമെൻറ്റിൻ്റെ നടുക്കൂടെ നമ്മൾ ഒരു മീഡിയനിൽ കൂടെ സിൽവർ ലൈൻ അലൈൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്പീഡ് കിട്ടില്ല. ഈ 200 km/h എന്നുള്ളത് ഒരു പക്ഷേ ആവറേജ് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 100 അതോ 80 വരെ ഓടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്ട്രിക്ട്ലി ഈ ഹൈവേയുടെ മീഡിയനിൽ കൂടെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ള സ്പീഡ്, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്പീഡ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അലൈൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് റിയലൈൻ ചെയ്തിട്ട് കർവുകൾ, ഷാർപ്പായിട്ടുള്ള കർവുകൾ ഉള്ളിടത്ത് ഹൈവേയിൽ നിന്ന് വിട്ടുപോയി സ്ട്രെയിറ്റ് ആയിട്ടുള്ള അലൈൻമെൻറ്റ് കൊണ്ടുവരേണ്ടി വരും. പക്ഷേ അങ്ങനെയുള്ള അലൈൻമെൻറ്റ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെയുള്ള ലൊക്കേഷൻസിൽ, ഇത് നമ്മൾ ഹൈവേയുടെ സൈഡിലുള്ള ലൊക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിലി ബിൽറ്റപ്പ് ആയിരിക്കും, നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് വളരെയധികം ഉണ്ടാവും, അതുപോലെ കോസ്റ്റ്ലി ലാൻഡും ആയിരിക്കും, മേജറായിട്ടുള്ള ഡിസ്ട്രപ്ഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ഇതിനൊരു ബന്ധപ്പാടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം. അതേസമയം നമ്മളൊരു പുതിയൊരു അലൈൻമെൻറ്റ്, അതായത് ഒരു പുതിയൊരു ഗ്രീൻഫീൽഡ് അലൈൻമെൻറ്റ് കൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്കിത് പ്ലാൻ ചെയ്യാൻ കുറച്ചുകൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. പിന്നെ ഇതൊക്കെ കൂടാതെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ 6 ലൈൻ ഹൈവേ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 മീറ്റർ വീതിയിലാണ് ഭൂമി എടുക്കുന്നത്. അപ്പോൾ ഈ 45 മീറ്റർ ഭൂമിയിൽ 6 ലൈൻ വന്നു കഴിയുമ്പോൾ മീഡിയന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 50 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഉണ്ടാവുള്ളൂ. വേറാസ് നമ്മുടെ സിൽവർ ലൈനിൻ്റെ കോളംസിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മീറ്റർ 2.5 മീറ്റർ വരെ ഉണ്ടാവും. അപ്പോൾ ഈ 50 സെൻറ്റിമീറ്ററും 2.5 മീറ്ററും അതിൻ്റെ ഇടയ്ക്കുള്ള ഈ അഡീഷണൽ ആയിട്ടുള്ള ലാൻഡ് നമ്മൾ വീണ്ടും അവിടെയും എടുക്കേണ്ടി വരും. ഹൈവേയിലാണെങ്കിലും അത് എടുക്കേണ്ടി വരും. സോ അത് ഇൻഫാക്ട് നമ്മളൊരു സ്റ്റഡി നടത്തിയിരുന്നു. അതായത് ട്രിവാൻഡ്രം കൊല്ലം നാഷണൽ ഹൈവേയുടെ അലൈൻമെൻറ്റ് വെച്ചിട്ട് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ അതിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുള്ളായിട്ട് നമുക്ക് ഹൈവേയിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഏകദേശം ഒരു 30% ലെങ്തേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതും ഈ സ്പീഡിൽ പറ്റില്ല.
അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയുടെ മീഡിയനിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ഓപ്പറേഷന് പറ്റില്ല. മേ ബി ഒരു മെട്രോ സിസ്റ്റത്തിന് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഐ ഹോപ്പ് ഐ മേഡ് ദാറ്റ് പോയിന്റ് ക്ലിയർ. അടുത്ത ചോദ്യം, സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കേരളയിൽ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ച സർവേ നമ്പറിൽ പെടുന്ന ഭൂമിയിലാണ് എൻ്റെ വീട്. ശരത് MV എന്നൊരാളാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ എന്ന് തുടങ്ങുമെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഈ ചോദ്യത്തിന് ഉത്തരം പ്രശാന്ത് സുബ്രഹ്മണ്യൻ പറയുന്നു. ഭൂമി ഏറെ വൈകാതെ തന്നെ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ലാൻഡ് അക്യൂസേഷന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ 11-1 നോട്ടിഫിക്കേഷൻ അത് കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഫൈനൽ അംഗീകാരം കിട്ടിയാൽ ഉടൻ തന്നെ 11-1 നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് ലാൻഡ് അക്യൂസേഷൻ നടപടികളിലോട്ട് കിടക്കുന്നതാണ്. ലാൻഡ് അക്യൂസേഷൻ നടപടികൾ 11-1 നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് 1.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനും അത് കഴിഞ്ഞ് 3 വർഷം കൊണ്ട് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സിബി സെബാസ്റ്റ്യൻ എന്നൊരാൾ ചോദിക്കുന്നു, കേരളത്തിൻ്റെ നിരത്തുകളിൽ 1 കോടിയിലേറെ വാഹനങ്ങളുണ്ട്. കേരളത്തിൽ ഒരു കുടുംബത്തിൽ കുറഞ്ഞത് 2 വാഹനങ്ങളെങ്കിലും ഉണ്ടാകും. സിൽവർ ലൈൻ വന്നാൽ ജനം സ്വന്തം വാഹനം ഉപേക്ഷിച്ച് ട്രെയിൻ യാത്ര ചെയ്യുമെന്ന് എന്താണ് ഉറപ്പ്? വാഹനത്തിരക്ക് കുറയ്ക്കുമെന്ന് പറയുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കാമോ? പ്രശാന്ത് സുബ്രഹ്മണ്യൻ തന്നെ ഈ ചോദ്യത്തിനും മറുപടി നൽകുന്നതാണ്. കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഒരു വാഹന സാന്ദ്രത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കേരളത്തിൽ നിലവിൽ ഏകദേശം 1.3 കോടി വെഹിക്കിൾ നമ്മുടെ നിരത്തുകളിലുണ്ട്. അതിൻ്റെ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് ഓരോ വർഷവും 10% വെച്ചിട്ടാണ് ഇതിൻ്റെ വെഹിക്കിൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥിതി വിശേഷം തുടർന്നാൽ കേരളത്തിൽ ഇനിയൊരു 10 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ഡബിൾ, അതായത് ഇപ്പം കേരളത്തിലുള്ള ജനങ്ങൾക്ക് 3.5 കോടി ജനങ്ങൾക്കും 3.5 കോടി വെഹിക്കിൾ എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോകും. നമുക്കറിയാം കേരളത്തിൻ്റെ റോഡിൻ്റെ സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരു 30-40% വേഗത കുറച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ നമുക്ക് സഞ്ചാരം ഇന്ന് പോസിബിൾ ആവുള്ളൂ. അത് റെയിലാണെങ്കിലും റോഡാണെങ്കിലും വ്യത്യസ്തമല്ല. ഇപ്പം നിലവിൽ ഒരു റെയിൽപാത ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് പോകുകയാണെങ്കിൽ നിലവിൽ റോഡിലാണെങ്കിലും റെയിലാണെങ്കിലും നമുക്കറിയാം ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സിൽവർ ലൈൻ പോലുള്ളൊരു സംവിധാനം വരുമ്പോൾ അവിടെ നമുക്ക് വെറും 1 മണിക്കൂർ 25 മിനിറ്റ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ റോഡിലൂടെ ഒരു കാർ എടുത്തിട്ട് നമ്മൾ സ്വന്തം വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് എറണാകുളത്ത് പോകുകയാണെങ്കിൽ പെർ കിലോമീറ്ററിൽ ഇന്നത്തെ പെട്രോളിൻ്റെ പ്രൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പെർ കിലോമീറ്ററിന് 10 രൂപയെങ്കിലും നമുക്ക് ചിലവ് വരും. സിൽവർ ലൈനിനെ സംബന്ധിച്ചിടത്തോളം അത് 2.75 രൂപ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം ഒരു സംവിധാനം 4 മടങ്ങ് സമയലാഭവും അതുപോലെ തന്നെ 4 മടങ്ങ് ഫിനാൻഷ്യൽ ബെനിഫിറ്റുമുള്ളൊരു അല്ലെങ്കിൽ ഒരു ലാഭവുമുള്ള ഒരു പദ്ധതി, അതുപോലെ തന്നെ വളരെ സേഫായിട്ട് കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതി കേരളത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ ഇതിൽ മാറി ചിന്തിക്കും, അതിലോട്ട് വരും തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനൊരു പഠനം നമ്മളൊരു എന്താ പറയുക ട്രാഫിക് പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ വില്ലിങ്നെസ് ടു ഷിഫ്റ്റ്, വില്ലിങ്നെസ് ടു പേ എന്നുള്ളൊരു പഠനം നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ നിരത്തുകളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലേക്ക് കണക്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സർവേ ഒരു ശരാശരി ഒരു 200 കിലോമീറ്ററിൽ കൂടുതൽ ദിനംപ്രതി 150 കിലോമീറ്ററിൽ കൂടുതൽ ദിനംപ്രതി സഞ്ചരിക്കുന്ന ആൾക്കാരുടെ ഒരു കണക്കെടുക്കുക. ഇപ്പോൾ കേരളത്തിലെ നിരത്തുകളിൽ ഏകദേശം 1,58,271 പേര് കാറുകളിലും, ബസ്സുകളിൽ ഏകദേശം 88,442 പേര്, ട്രെയിനുകളിൽ 91,975 ആൾക്കാർ ഇന്ന് നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇതിൽ നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങളും വില്ലിങ്നെസ് ടു ഷിഫ്റ്റ് എന്നുള്ള ഒരു സർവേയിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇത്തരം ഒരു സംവിധാനം, ഇത്രയും സമയലാഭവും പൈസയുടെ കാര്യത്തിലാണെങ്കിലും കംഫർട്ടായിട്ടും ഇത്തരം ഒരു സംവിധാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ മാറും എന്നുള്ളൊരു തന്നെയാണ് ആ സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന വേറൊരു വിഷയം നിലവിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ആയിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് കയറിയിട്ട് ഒരാൾ എറണാകുളത്ത് കാക്കനാട് ഇറങ്ങി എറണാകുളം ടൗണിൽ വരുമ്പോൾ അതിന് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്നൊരു വെഹിക്കിൾ സംവിധാനം, അത് ബസ്സാവാം, ടാക്സി ആവാം,
ഈ ഓട്ടോറിക്ഷയാവും അങ്ങനെ ഒരു സംവിധാനം, അല്ലെങ്കിൽ ഇപ്പോൾ മെട്രോസുകളായിട്ട് കണക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വരുന്ന വേറൊരു ബുദ്ധിമുട്ട് പാർക്കിംഗ്. അവർക്ക് വരുന്ന വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് പോവാൻ, അതിൽ പാർക്ക് ചെയ്തതിന് ശേഷം യാത്ര ചെയ്യാനുള്ളത്. അപ്പോൾ പാർക്കിംഗ് ഫെസിലിറ്റി, ഒരു വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സമുച്ചയം എല്ലാ സ്റ്റേഷനുകളിലും ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇമെയിലിലും വാട്സാപ്പിലും ലഭിച്ച ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ലൈവായി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ലഭിച്ചിരിക്കുന്നത് സിൽവർ ലൈനിൻ്റെ സാമൂഹികാഘാത പഠനത്തിന് പുതിയ വിജ്ഞാപനം ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ്, പദ്ധതി മരവിപ്പിച്ചോ എന്നാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സിൽവർ ലൈൻ വന്നാൽ കേരളം ഏത് രീതിയിൽ മാറുമെന്ന് നോക്കാം. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 4 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാമെന്നാണ് സിൽവർ ലൈനിനെക്കുറിച്ചുള്ള ആദ്യ കേൾവിയിൽ നമ്മൾ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ തൊട്ടടുത്ത ജില്ലയിലേക്ക് അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് എത്തിച്ചേരാമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത. ഈ പദ്ധതി സിൽവർ ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു ദിവസം റോഡ് ഉപയോഗിക്കുന്ന 46,206 പേർ സിൽവർ ലൈനിലേക്ക് മാറുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ട്രാഫിക് സർവേയിൽ മനസ്സിലായത്. ഇത്രയും പേർ സിൽവർ ലൈൻ യാത്രാമാർഗമായി തിരഞ്ഞെടുക്കുമ്പോൾ 13,000-ഓളം വാഹനങ്ങൾ ആദ്യ വർഷം റോഡിൽ നിന്ന് അപ്രത്യക്ഷമാകും. റോഡിലെ ഗതാഗതക്കുരുക്ക് വല്ലാതെ കുറയും. 530 കോടി രൂപയുടെ പെട്രോൾ ഡീസൽ ഇന്ധനമാണ് പ്രതിവർഷം ഈ ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുക. കേരളം ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളുടെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും വേഗതയേറിയതും കാര്യക്ഷമവുമായ ഗതാഗത സംവിധാനങ്ങളുടെ അഭാവം മൂലം ഈ സാധ്യത കൃത്യമായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് പറ്റുന്നില്ല. കേരളം സന്ദർശിക്കുന്ന പല വിനോദസഞ്ചാരികളും സിംഗിൾ ഡെസ്റ്റിനേഷൻ ടൂറിസം പാക്കേജുകളാണ് തിരഞ്ഞെടുക്കുന്നത്. സിൽവർ ലൈൻ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ അതിവേഗ യാത്ര ഉറപ്പു നൽകുന്നതിനാൽ വിനോദസഞ്ചാരികൾ മൾട്ടി ഡെസ്റ്റിനേഷൻ ടൂറിസം പാക്കേജുകൾ തിരഞ്ഞെടുക്കും. തീർച്ചയാണ് ഇത് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ അനന്തമായ സാധ്യതകൾക്ക് വഴി തുറക്കും. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ശരാശരി 10% സംഭാവന ചെയ്യുന്നത് വിനോദസഞ്ചാര മേഖലയാണെന്ന് നമുക്കറിയാം. സിൽവർ ലൈൻ വരുന്നതോടെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ തന്നെ വലിയ കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. സിൽവർ ലൈൻ്റെ മറ്റു പ്രത്യേകതകളിലേക്ക് വരാം. അതിനു മുമ്പ് നേരത്തെ ഉന്നയിച്ച ആ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാം. സിൽവർ ലൈനിൻ്റെ സാമൂഹികാഘാത പഠനത്തിന് പുതിയ വിജ്ഞാപനം ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ്, പദ്ധതി മരവിപ്പിച്ചോ? ബിനു ജോസും പ്രശാന്ത് ആർ നായരുമൊക്കെയാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. വേറെയും പലരും ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇതിന് പ്രശാന്ത് സുബ്രഹ്മണ്യം ഉത്തരം നൽകും. പുതിയ വിജ്ഞാപനം, അതായത് സാമൂഹിക ആഘാത പഠനത്തിന് വേണ്ടിയിട്ടുള്ള 6.1 നോട്ടിഫിക്കേഷൻ, പുതിയ വിജ്ഞാപനം ഏറെ വൈകാതെ തന്നെ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇപ്പം നിലവിൽ ഓൾറെഡി SIA ഏജൻസീസ് കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഡാറ്റ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു 6.1 നോട്ടിഫിക്കേഷൻ 4.1 നോട്ടിഫിക്കേഷൻ റീഇഷ്യൂ ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം, കോഴിക്കോട് എലത്തൂർ കോരപ്പുഴയുടെ ഏത് ഭാഗത്തു കൂടെയാണ് സിൽവർ ലൈൻ കടന്നു പോകുന്നത് എന്നാണ്. ജസീർ എൾവൻ എന്നൊരാളാണ് ഈ ചോദ്യം ഇമെയിൽ വഴി ഉന്നയിച്ചിരിക്കുന്നത്. ഉത്തരം നൽകുന്നത് കേരളിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ജയകുമാർ. കേരളിൻ്റെ എലത്തൂറുള്ള അലൈൻമെൻറ്റ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് റെയിൽവേ ലൈനിൽ നിന്ന് സ്വല്പം മാറിയായിരുന്നു പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് അവിടെ എലത്തൂർ സ്റ്റേഷനും കൂടെ വരുന്നതുകൊണ്ട് ആ സ്റ്റേഷനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതായത് സിൽവർ ലൈനും റെയിൽവേ ട്രാക്കും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് അപ്രോച്ചിലും വളരെയധികം പ്രൈവറ്റ് ലാൻഡ്സ് റെയിൽവേ ലൈനിൻ്റെയും സിൽവർ ലൈനിൻ്റെയും കൂടെ ഇടയ്ക്ക് പെട്ടുപോകുന്ന ഒരു അവസ്ഥ വന്നു. അതായത് ലാൻഡ് ലോക്കിംഗ് എന്നുള്ള ആ ഒരു പ്രശ്നം വെച്ചാൽ ആ സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് വെളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആക്സസ് കിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നം വന്ന കാരണം അത് നമ്മളത് നേരത്തെ കണ്ടിരുന്നു. അത് കൂടാതെ തന്നെ വളരെയധികം റെപ്രസെൻറ്റേഷൻസും വന്നു. ഒത്തിരി ആൾക്കാർ പറഞ്ഞു ഇന്നുപോലുള്ള പ്രോബ്ലം ഉണ്ട്, അതൊന്ന് റീകൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ആ അലൈൻമെൻറ്റ് വീണ്ടും സ്റ്റഡി ചെയ്തു. അത് കുറച്ച് മോഡിഫൈ ചെയ്ത് ബേസിക്കലി റെയിൽവേ ലൈനോട് കുറച്ചുകൂടെ അടുപ്പിച്ചു. സോ ദാറ്റ് ആ ലാൻഡിൻ്റെ നമുക്ക് പ്രൈവറ്റ് ലാൻഡിൻ്റെ റിക്വയർമെൻറ്റ് കഴിവതും കുറയ്ക്കുക. രണ്ടാമത് ആ ലോക്ക്ഡപ്പ് ലാൻഡിൻ്റെ വിസ്തീർണം കുറയ്ക്കുക എന്നുള്ള ഈ രണ്ട് പർപ്പസ് വെച്ചിട്ട് നമ്മൾ ആ അലൈൻമെൻറ്റ് റിവൈസ് ചെയ്തു. അതിപ്പോൾ റിവൈസ് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് അപ്രൂവലിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. പിന്നെ ഈ കോരപ്പുഴയുടെ ഏത് ഭാഗത്തൂടെയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അലൈൻമെൻറ്റ്
ഇപ്പോൾ അതായത് ഒറിജിനൽ അലൈൻമെൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ സൈറ്റിൽ നിന്ന് അത് കാണാവുന്നതാണ്. അത്രയേ ഉള്ളൂ. എലത്തൂർ കോരപ്പുഴയുടെ ഏത് ഭാഗത്തു കൂടിയാണ് സിൽവർ ലൈൻ കടന്നു പോകുന്നത് എന്നറിയണമെങ്കിൽ, നിലവിലെ ഒറിജിനൽ അലൈൻമെൻറ്റ് കാണണമെങ്കിൽ അത് കേരളയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്ത ചോദ്യം കായംകുളത്ത് നിന്ന് പൃഥ്വി അച്ചു എന്നൊരാളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സിൽവർ ലൈൻ്റെ സ്റ്റോപ്പ് ചെങ്ങന്നൂരിലാണുള്ളത്. ഇത് കായംകുളത്തേക്ക് മാറ്റാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിന് പ്രശാന്ത് സുബ്രഹ്മണ്യം മറുപടി നൽകും. നിലവിൽ നമ്മൾ ചെങ്ങന്നൂർ ഒരു സ്റ്റേഷൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം അതിൻ്റെ ട്രാഫിക് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ചെങ്ങന്നൂരെന്ന് ഒരു സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ അത് ആലപ്പുഴയിലുള്ള ആൾക്കാർക്കാണെങ്കിലും പത്തനംതിട്ടയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഈ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് വശത്ത് ആലപ്പുഴയിലുള്ള ആൾക്കാർക്കും ഇതിൻ്റെ കിഴക്ക് വശത്ത് കിടക്കുന്ന പത്തനംതിട്ടയിലുള്ള ആൾക്കാർക്കും ഒരുപോലെ വന്നിട്ട് ഈ ചെങ്ങന്നൂർ സ്റ്റേഷൻ്റെ സേവനം ഉൾപ്പെടുത്താൻ കഴിയും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ നമ്മളൊരു ട്രാഫിക് പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലും ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് ഉണ്ടാവുന്നൊരു സ്റ്റേഷൻ ചെങ്ങന്നൂരായിരിക്കും എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെങ്ങന്നൂർ ഒരു സ്റ്റേഷൻ നിശ്ചയിച്ചത്. അതുകൂടാതെ പല സ്റ്റേഷനുകൾ ഇപ്പോൾ കായംകുളം മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇത്തരം ആൾക്കാർ പുതിയ സ്റ്റേഷൻ്റെ ഡിമാൻഡ്സ് പറയുന്നുണ്ട്. പക്ഷേ സിൽവർ ലൈൻ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഓരോ ജില്ലയിലും ഒരു സ്റ്റോപ്പ് എന്നുള്ള രീതിക്കാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കടന്നു പോകുന്ന 10 ജില്ലകളിലും 10 സ്റ്റോപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സ്റ്റോപ്പുകളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പദ്ധതിയുടെ ഒരു പർപ്പസ് തന്നെ ഇല്ലാതെ ആയി പോകും. നമുക്ക് വേഗത എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കൂടുതൽ സ്റ്റോപ്പുകൾ വരുമ്പോൾ ഈ വേഗത കുറയും. അപ്പം നിലവിൽ സിൽവർ ലൈനിന് 10 സ്റ്റോപ്പുകളാണുള്ളത്. അത് ആലപ്പുഴയിൽ അത് ചെങ്ങന്നൂരാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ സിൽവർ ലൈനെ കുറിച്ചുള്ള ആശങ്കകൾ അല്ലെങ്കിൽ ഉത്കണ്ഠകൾ മലയാളികൾക്ക് മാത്രമല്ല ഉള്ളത്. കൊൽക്കത്തയിൽ നിന്ന് ശുഭം സർക്കാർ എന്നൊരാൾ ചില നിർദ്ദേശങ്ങളാണ് സിൽവർ ലൈന് വേണ്ടി പറയുന്നത്. അദ്ദേഹം ഈ ഭൂമി ഏറ്റെടുക്കലുമായി നടക്കുന്ന വിവാദങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അദ്ദേഹം അറിയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത്. മലേഷ്യൻ റെയിൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് പോലെ എന്തുകൊണ്ട് മീറ്റർ ഗേജ് ഉപയോഗിച്ചുകൂടാ? അതിന് വളരെ കുറച്ച് സ്ഥലം ഏറ്റെടുത്താൽ മതിയാകുമല്ലോ. ഭൂമി ഏറ്റെടുക്കാൻ പ്രയാസമുള്ള സ്ഥലത്ത് എലിവേറ്റഡായോ ടണലുകളിലൂടെയോ കടന്നു പോകാൻ കഴിയില്ലേ? മീറ്റർ ഗേജിൽ ഇതിനും ചെലവ് കുറവായിരിക്കും. സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ അലൂമിനിയത്തിൽ നിർമ്മിച്ചാൽ വേഗത കൂടുതൽ ലഭിക്കില്ലേ? ഡൽഹി മീററ്റ് RRTS മോഡൽ സ്റ്റേഷനിൽ നിർമ്മിച്ചാൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഏറ്റെടുക്കേണ്ടി വരികയുള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങളാണ്. പക്ഷേ ഈ നിർദ്ദേശങ്ങളോട് നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റുമെന്ന് എസ് വിജയകുമാരൻ സാർ പറയുന്നതാണ്. The suggestions made by Mr. Subham Sarkar are quite valid, very useful and correct suggestions only. These are more or less being followed, more or less being adopted in Silver Line design. But one fundamental issue is whether the railway line should be on meter gauge or standard gauge or broad gauge. Malaysia and some other countries are basically meter gauge railways. They have gone for, very few countries, they have gone for going for semi high speed lines on meter gauge now. But worldwide, high speed and semi high speed train services are mostly on standard gauge. Broad gauge is limited to very few countries like India, Pakistan and all. But broad gauge has not gone for high speed so far. Meter gauge is a very small system, capacity is limited and useful only for limited population. We need capacity, at the same time we need higher speeds. So Government of India has made a policy about 7-8 years back. It was in fact a white paper in the parliament. In that they said that the high speed systems in India will work on standard gauge. That is because the high speed operations are worldwide popular and possible only on standard gauge track systems. All over the world, the systems on standard gauge has developed very fast. New coaches, new rolling stock engines, freight wagons, connected OHE and connected traction and signaling,
all have developed for standard gauge systems all over the world. China has gone for almost 30,000 kilometers of high-speed railway on standard gauge. Almost all the railways are doing that. Complete Europe is on standard gauge. In fact, now the American system is also going for standard gauge for high-speed railway in California. If we opt for any other railway, then we have to develop. Whether it's broad gauge or meter gauge, we have to develop new systems. Developing new systems in railways, particularly for the wagons, coaches and engines, is a very elaborate procedure. It takes decades to come to a decision. That too, we will not be sure whether it will be economical finally. So it is better to adopt available standard systems. They are available in standard gauge. It is much easier to use them, and maintenance, spares, everything will be available in standard gauge. That is the reason we are going for standard gauge. ഉത്തരം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. Other points like land and the structure's cost will be less in meter gauge. That margin is not much. Standard gauge is 1.4 meters, meter gauge is 1 meter. The dimensions of the structures will be much less difference. The cost will not be very much different. ഉത്തരം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നയം ഇന്ത്യയിലെ അതിവേഗ റെയിൽപാതകളും അർദ്ധ അതിവേഗ റെയിൽപാതകളുമൊക്കെ സ്റ്റാൻഡേർഡ് ഗേജിൽ നിർമ്മിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി സ്റ്റാൻഡേർഡ് ഗേജിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, സിൽവർ ലൈൻ പദ്ധതിയുടെ ബജറ്റിൻ്റെ 45% പബ്ലിക് ബോണ്ടായി ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? പ്രശ്നമുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ഏരിയൽ സർവേ നടത്തിക്കൂടാ? അത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സർവേ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത്തരം സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ഏരിയൽ സർവേ നടത്തിക്കൂടാ എന്നുമാണ് ചോദിക്കുന്നത്. വൈശാഖ് വി യു ആണ് ചോദ്യകർത്താവ്. മറുപടി പറയുന്നത് പി ജയകുമാർ. വൈശാഖിൻ്റെ സജഷൻ വളരെ റെലവൻ്റ് ആണ്. ഇത് പബ്ലിക് ബോണ്ട്സ് ഇഷ്യൂ ചെയ്തിട്ട് പൈസ ഇത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ കേരളിൻ്റെ ബജറ്റിങ്ങിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പെർസെൻറ്റേജ് 45% എന്ന് പറയുന്ന അത്രയും നമ്മൾ കൊടുത്തിട്ടില്ല. മൊത്തം ഉള്ള തുകയുടെ മീൻസ് 4200 കോടി രൂപയാണ് നമ്മളിപ്പോൾ ആസ് ഇറ്റ് ഈസ് പബ്ലിക് ഇഷ്യൂവിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് വേറെ 1-2 കാര്യങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മളിപ്പോൾ മൾട്ടിനാഷണൽ ലോൺ എടുക്കുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് വളരെ കുറവായിരിക്കും. വേറെ പബ്ലിക് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഒരുവിധം റീസണബിൾ ഒരുവിധം ഹയർ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലേ അതിന് നല്ലൊരു റിസപ്ഷൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാരത് എടുക്കില്ല. ഏതാണെങ്കിലും ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് DPRൽ നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് 4200 കോടി രൂപയാണ് പബ്ലിക് ഇക്വിറ്റി ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. സോ ഈ സജഷൻ വളരെ റെലവൻ്റ് ആണ്. അത് നമുക്ക് പെർസ്യൂ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ബട്ട് ഓഫ് കോഴ്സ് ആ പെർസെൻറ്റേജ് എന്നുള്ളത് ഡിപ്പെൻഡിങ്, അതായത് നമ്മൾ അതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് വേണമെങ്കിൽ വീണ്ടും റീകൺസിഡർ ചെയ്യാവുന്നതാണ്. അത് ആ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോഴായിരിക്കും അത് നോക്കുക. പിന്നെ രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് സർവേയുടെ കാര്യമാണ്. എയറോനോട്ടിക്കൽ സർവേ എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്ന്. ഇതിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ടോപ്പോഗ്രാഫിക് സർവേ കംപ്ലീറ്റ് നടത്തിയിട്ടുള്ളത് ഏരിയൽ സർവേ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഏരിയൽ സർവേ ലിഡാർ വെച്ചിട്ടുള്ള ഏരിയൽ സർവേ ആണ് ചെയ്തിട്ടുള്ളത്. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കംപ്ലീറ്റ് കോറിഡോർ ഏരിയൽ സർവേ കൊണ്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഏരിയൽ സർവേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രചാരത്തിൽ അങ്ങേയറ്റം ഇന്ത്യയിൽ, ഫോറിൻ കൺട്രീസ് നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഒരേ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് അഡോപ്റ്റ് ചെയ്യാതിരിക്കുന്നത്. ഗ്രൗണ്ട് സർവേക്കാട്ടിലും വളരെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാവുന്ന ഒരു സിസ്റ്റമാണ്. മാത്രമല്ല നമുക്ക് പബ്ലിക്കിന് മിനിമം ഡിസ്റ്റർബൻസ് വെച്ച് സർവേ നടത്താനും സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ വൈശാഖ് പറഞ്ഞിട്ടുള്ളത് ഈ എയറോനോട്ടിക്കൽ സർവേ ഈ ലാൻഡ് ഡിമാർക്കേഷന് വേണ്ടിയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്. ലാൻഡ് ഡിമാർക്കേഷന് വേണ്ടി സാധാരണ നമ്മുടെ ഇവിടെ ഉള്ളൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കല്ലിടുക എന്നുള്ളതാണ്. കല്ലിട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു കറക്റ്റായിട്ടുള്ളൊരു ഡിമാർക്കേഷൻ വരുന്നുണ്ട് ഗ്രൗണ്ടിൽ. അത് പെർമനൻ്റ് ആയിരിക്കും, എല്ലാവർക്കും കാണാവുന്ന, പബ്ലിക്, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്തത്.
പക്ഷേ അതിന് പബ്ലിക് അത്രയും റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അതായത് ജിയോ ടാഗിങ് വഴി ചെയ്താൽ മതി, കല്ല് ഇടണ്ട എന്നുള്ള ആ ഒരു ഇത് ചെയ്തു, ആ ഒരു പോളിസിയിലേക്ക് മാറി. ഇപ്പോൾ ജിയോ ടാഗിങ് വെച്ചിട്ടാണ് നമ്മൾ ഫർദർ ലാൻഡ് ഡിമാർക്കേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ലാൻഡ് ഡിമാർക്കേഷൻ ചെയ്യേണ്ടത് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിന് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ജിയോ ടാഗിങ് വെച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള ഡിമാർക്കേഷൻ നടക്കുന്നത്. തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സിൽ ഗവേഷണം നടത്തുന്ന കെവിൻ വി അലക്സാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ സിൽവർ ലൈനിൻ്റെ കൂടെ നടപ്പാക്കുന്ന റോറോ സർവീസ് പാസഞ്ചർ വാഹനങ്ങൾക്കും ലഭ്യമായിരിക്കുമോ എന്നാണ് അദ്ദേഹം ആദ്യം ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, എല്ലാ സ്റ്റേഷനുകളിലും റോറോ സർവീസ് ഉണ്ടാകുമോ, കമേഴ്ഷ്യൽ വാഹനങ്ങൾക്കും പാസഞ്ചർ വാഹനങ്ങൾക്കും റോറോ സർവീസ് എല്ലാ സ്റ്റേഷനുകളിലും ഉണ്ടാകുമോ എന്നാണ്. മൂന്നാമതൊരു ചോദ്യം കൂടി കെവിൻ വി അലക്സ് ചോദിക്കുന്നുണ്ട്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പാതയുടെ 55% എംബാങ്ക്മെൻറ്റിലൂടെയാണ് പോകുന്നത്. ഇത് പാരിസ്ഥിതികമായി എങ്ങനെ കേരളത്തെ ബാധിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം എസ് വിജയകുമാരൻ പറയുന്നത്. The RoRo services is presently intended for trucks movement loaded with goods in containers or whatever form. The incoming trucks into the Kerala can be moved between Kasaragod and Trivandrum by the RoRo services. Lot of goods are coming from upcountry, from west and north, east. They are coming by truck all the way, but the damage caused by this truck movement on the Kerala roads, particularly with the Kerala's climate conditions, is enormous. The amount of damage and then amount of repairs, cost of repairs is so high, there is much worthy of an effort to go for RoRo services for goods movement. Car movement also can be considered. It is also a possibility. A particular type of wagons will be required. The RoRo facilities which are being created at the stations can be used for car loading also. So we will keep in view that possibility, and accordingly the project will be developed. In the present proposal, there are 5 stations where RO services are planned. So Thiruvananthapuram, Kollam, Ernakulam, Thrissur and Kasaragod. We have not planned for Kottayam or Chenganur or Kozhikode presently. But when the need arises, in case if there is adequate justification for traffic, then the stations can be developed. It is not a big issue. Additional facilities for RoRo can be created at these stations. That depends on finally the traffic. At present, about 450 trucks per day is proposed to be moved. In case if the truckload is much more, then we can develop the facilities. It will be economical proposition always. As regards the alignment on embankment, 55% of alignment on embankment construction and less percentage in viaduct or other facilities is basically an economic decision. But it is not going to affect the environment in any different way. In the sense, I would like to inform the questionnaire and also the other people. Indian Railways are running most of the railway lines on embankment or cutting. Indian Railways have not. In Kerala, right from Palakkad to Thiruvananthapuram and Kanyakumari, trains are running for last 100 years, 80 years without any flood issue. Railways all over the country have never caused any flood anywhere. That is because the railway standards and the railways accepted principles are different from
other services. If you look at how the railway is planning their waterways, planning their road crossings, planning the flood limitation measures, they are almost double of what is proposed in national highways in other sectors. National highways never take the amount of flood which railway considers. You will never see a bridge in railways less in length than a national highway bridge. You can look at any bridge across any river, railway will be always 1 or 2 spans more. That is because railways take a return period concept in the designs. Based on statistical studies, railways assess the flood over a period of 50 years, 100 years, based on data. Based on data, this study has been done by the Research Designs Organization of Indian Railways, along with Central Water Commission at Delhi, for 30 years of research, which culminated in big reports. There are subzonal reports available all over the country now. Kerala is covered by subzonal report 5A, 5B, 5C. 5A, 5B, 5C are very, very dedicated reports, which is meant for West Coast, meant for the hilly terrains, sharp and fast floods occurring in the area. Those reports are very, very clear and their fundamentals are very strong. Using those reports when the bridges are designed or waterways are designed, there is absolutely no chance for any flooding due to a railway embankment. Railway embankment is designed to guide all the flows into the waterways, and the waterways are adequately provided. The fundamental principle is that we cannot block a waterway to its higher than the original level. If the water level in the river is reaching 10 meters of the MSL, the railway embankment cannot cause 11 meter of flood. It has to be restricted to 10 meters. With the fundamental principle, I am very sure that there will not be any flood problem due to a railway embankment. Of course, wherever paddy fields and such requirements are there, we are already going for viaducts. That will also help. അതാണ് കാര്യം. സിൽവർ ലൈൻ്റെ എംബാങ്ക്മെൻറ്റ് എവിടെയും വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കില്ല, അത് എവിടെയും പ്രളയത്തിന് കാരണമാവുകയുമില്ല. അതുപോലെ റോറോ സർവീസിനെ കുറിച്ചായിരുന്നു പ്രധാന ചോദ്യം. നിലവിൽ സിൽവർ ലൈന് കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ മാത്രമാണ് റോറോ സർവീസുകൾ ലഭ്യമായിരിക്കുന്നത്. റോറോ സർവീസുമായി ബന്ധപ്പെട്ട് കേരളിൻ്റെ ഫേസ്ബുക്ക് പേജിലും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കണ്ണൻ പ്രതീഷാണ് ചോദിക്കുന്നത്, വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് റോറോ സർവീസ്? How a person can travel with his vehicle from Kasaragod to Trivandrum? Will this speed difference affect the proper utilization of the system in full pledge? ഈ ചോദ്യത്തിനും എസ് വിജയകുമാരൻ മറുപടി നൽകും. See, the RO service is intended to run at a speed of 120 kmph because it is a freight stock. The freight stock normally will run at lesser speed than the passenger stock. In Indian Railways and all over the world, in normal railway as well as high-speed railway, this principle exists. That is because we generally tend to have higher axle load in the freight services. The coaches will be designed with axle load of 17 tons, 16 tons, whereas the freight stock will be designed with an axle load of 22 tons, 25 tons. The amount of stresses caused by such axle loads on rail and other structures will govern. A passenger train running at 200 kmph will give a stress which is almost equal to a goods train running at 120 kmph. So to equalize this, that such speeds are adopted. But as far as car movement is concerned, though it is right now not planned, car movement is concerned, we can plan a wagon with lesser light axle load. 17 tons axle load itself can be designed in a wagon. In that case, the car can be loaded and taken at the same speed. It can be attached even to the high-speed trains
200 kmph it can run, or a coach can be attached with car loads in the same passenger train. In that case, the full speed will be achieved. If it is going by freight trains, it will be going at 120 kmph. But this will not seriously affect the economics or the timings of the users, because a passenger can go by train later. He can load his car by a previous train and he can travel by a later train. Both will reach the destination at the same time, particularly in the morning hours, because the freight trains will be operated mostly in the night. In the morning hours, they can comfortably plan like that and go. ഫേസ്ബുക്ക് പേജിൽ വീണ്ടും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനീഷ് ഗോപാലൻ ചോദിക്കുന്നു, നിലവിൽ സർവേ എത്ര കിലോമീറ്റർ പൂർത്തിയായി? പ്രശാന്ത് സുബ്രഹ്മണ്യം ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി അല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, സർവേ മൊത്തം. എനിക്ക് തോന്നുന്നു ചോദ്യം സാമൂഹ്യാഘാത പഠനം എത്ര കിലോമീറ്റർ കംപ്ലീറ്റ് ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. സിൽവർ ലൈൻ കേരളത്തിൽ കടന്നു പോകുന്ന 190ഓളം വില്ലേജുകളിലാണ്. അതിൽ ബഹുഭൂരിപക്ഷവും പ്രതിഷേധങ്ങളില്ലാത്ത ബഹുഭൂരിപക്ഷം ജില്ലകളിലും പ്രദേശങ്ങളിലും കല്ലിട്ടു. അതിൽ നിലവിൽ ഏകദേശം 45 മുതൽ 50ഓളം വില്ലേജുകളിൽ ഡാറ്റ കളക്ഷൻ SIA പഠനത്തിന് വേണ്ടിയിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത് പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ നിലവിൽ ഏകദേശം 45 മുതൽ 50ഓളം വില്ലേജുകളിൽ ഡാറ്റ കളക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം വി കൃഷ്ണകുമാറാണ് ചോദിക്കുന്നത്, 500 മീറ്റർ ഇടവിട്ട് അടിപ്പാത നിർമ്മിക്കുമെന്നാണല്ലോ സിൽവർ ലൈൻ്റെ DPRൽ പറയുന്നത്. നിലവിൽ ഇന്ത്യൻ റെയിൽവേയുടെ 2 ട്രാക്കുകളുണ്ട്. അവ കൂടി ചേർത്താണോ ഈ അടിപ്പാതകൾ അല്ലെങ്കിൽ ഓവർബ്രിഡ്ജുകൾ നിർമ്മിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് S വിജയകുമാരൻ മറുപടി പറയും. The question is on the facility of cross passages will be available when there is a railway line existing and we are going parallel to that. The principle adopted by Silver Line planning is we will provide a minimum of 1 cross passage, a pedestrian passage across the track at every 500 meters. We don't, the intention was to help as many people as possible in the area. There are a number of bridges already planned on a regular measure, which will carry the road traffic, carry the vehicle traffic, carry the cattle traffic, everything. They are already planned. Nearly about 676-700 bridges are coming in the 530 kilometers length. Not 500. In fact, the viaduct portion is almost about 120 kilometers. That portion is also free. But parallel area, the Indian Railways are existing. In Indian Railways existing area, wherever there is a level crossing or wherever there is a bridge, definitely a passage in the Silver Line also will be available. All level crossings are getting converted into road over bridges or road under bridges. But when there is no passage, known passage is available in Indian Railways, permission of Indian Railways is required. They may not permit everywhere, because trespassages are trespassages. The Indian Railways will not be willing to agree to provide a opening at every trespassage. So subject to Indian Railways agreeing, we will provide at every 500 meter a cross passage in Silver Line portion as well as in the Indian Railways portion. That is already the planning of the Silver Line. This is, however, subject to the Indian Railways agreeing. Proposals will be sent to the Indian Railways at the time of execution at every 500 meter for providing a cross passage in Silver Line as well as in the Indian Railway portion. If they approve, that will be provided. നിലവിലുള്ള റെയിൽവേ ട്രാക്കുകൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഓരോ 500 മീറ്ററുകളും അടിപ്പാതകൾ നിർമ്മിക്കുക. ഇത് നിർമ്മിക്കാൻ കേരളയിൽ സന്നദ്ധമാണ്. പക്ഷേ ഇതിന് ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ അനുമതി ലഭിക്കുകയാണെങ്കിൽ ഈ നിലവിലുള്ള റെയിൽപാത കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഇത്തരം പാതകൾ നിർമ്മിക്കുക. അടുത്ത ചോദ്യം പ്രദീപ് ഭാസ്കർ എന്നൊരാളാണ് ചോദിക്കുന്നത്, 2 വർഷമായി റെയിൽവേ ബോർഡിൻ്റെ പരിഗണനയിലിരിക്കുന്ന DPRന് അനുമതി കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇനിയും അനുമതി കിട്ടാൻ താമസിച്ചാൽ DPRൽ പറയുന്ന തുകയിൽ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമോ? ഇതേ ചോദ്യം ഫേസ്ബുക്ക് ലൈവിലും യൂട്യൂബ് ലൈവിലും ഒക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഇമെയിലായിട്ട് വേറെയും പലരും ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം
എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ജയകുമാർ പറയുന്നത്. സിൽവർ ലൈനിൻ്റെ DPR ഇപ്പോൾ റെയിൽവേ ബോർഡിൻ്റെ കൺസിഡറേഷനിലാണ്. അപ്പോൾ ഒരു ഹൈ സ്പീഡ് ലൈൻ അല്ലെങ്കിൽ തന്നെ ഈവൻ ഒരു സാധാരണ ഉള്ള ഒരു റെയിൽവേ ലൈനിൻ്റെ ആണെങ്കിൽ പോലും അതിന് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നതിന് മുമ്പ് പല രീതിയിലുള്ള ചെക്സ് ആൻഡ് വെരിഫിക്കേഷൻസ് നടത്തിയിട്ടേ അത് റെയിൽവേ ചെയ്യാറുള്ളൂ. ബിക്കോസ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് ഇതിനകത്ത് സേഫ്റ്റിയുടെ വലിയൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ സോഷ്യൽ ഇമ്പാക്റ്റ്, ഇത് രണ്ടും ആണ് അതിനകത്തെ മെയിൻ ഫാക്ടേഴ്സ്. അപ്പോൾ സിൽവർ ലൈനിൻ്റെ DPRും ഇപ്പോൾ റെയിൽവേ ബോർഡിൻ്റെ കൺസിഡറേഷനിലാണ്. അതിൽ പല രീതിയിലുള്ള ക്ലാരിഫിക്കേഷൻസ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ ലൈന് എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈനിന് പാരലായിട്ട് പോകുന്ന ആ പ്രദേശത്ത് കുറേ റെയിൽവേ ലാൻഡിൻ്റെ ആവശ്യം വരും. ഏകദേശം നമ്മളത് അസസ് ചെയ്തിട്ടുള്ളത് ഏകദേശം 185 ഹെക്ടർ റെയിൽവേ ലാൻഡ് വേണമെന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഇപ്പം നമ്മളത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ആയിട്ട് ജോയിൻ്റ് ആയിട്ട് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് ആ ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിന്നെ ഇത് കൂടാതെ ഇപ്പോൾ മറ്റുള്ള ഹൈ സ്പീഡ് സിസ്റ്റംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിൽവർ ലൈനിന് പല നോവലായിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീഇൻഫോഴ്സ്ഡ് എർത്ത് വാളാണ് എംബാങ്ക്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റെയിൽവേ അത് ഇപ്പോഴും മെയിൻ ലൈനിൽ യൂസ് ചെയ്യാൻ തുടങ്ങാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല നോവൽറ്റീസും ഉണ്ട്. ഇതൊക്കെ റെയിൽവേക്ക് ഫുള്ളി കൺവിൻസ്ഡ് ആയിട്ടേ അവർ അതിന് അപ്രൂവൽ തരുള്ളൂ. അപ്പം അതിലാണ് ഈ ഒരു കാലതാമസം വരുന്നത്. പിന്നെ രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുമതി താമസിച്ചാൽ DPRൽ പറയുന്ന റേറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇല്ല. എന്ന് വെച്ചാൽ ഇൻഫ്ലേഷനുണ്ട്, നമ്മുടെ കോസ്റ്റ് കൂടുന്നതാണ്. ഓരോ കൊല്ലവും നമ്മൾ അസസ് ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു 5% എസ്കലേഷൻ പെർ ഇയർ എന്നുള്ളതാണ് നമ്മുടെ അസസ്മെൻറ്റ്. അപ്പോൾ കോസ്റ്റ് തീർച്ചയായിട്ടും കൂടും. പെർമിഷൻ കിട്ടുന്നതിനുള്ള ഡിലേയോട് കൂടി തന്നെ കോസ്റ്റും കൂടും. ഉത്തരം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. മുഹമ്മദ് റാഫി എന്നൊരാളാണ് അടുത്ത ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പൊളിച്ചു മാറ്റപ്പെടുന്ന ആ വീടുകൾ പൊളിച്ചു മാറ്റപ്പെടുന്നതിന് മുമ്പ് തന്നെ നഷ്ടപരിഹാരം ലഭിക്കുമോ, പുനരധിവാസം ഉറപ്പാക്കുമോ എന്നാണ് മുഹമ്മദ് റാഫിക്ക് അറിയേണ്ടത്. ഉത്തരം നൽകുന്നത് പ്രശാന്ത് സുബ്രഹ്മണ്യം. ഇപ്പം നിലവിൽ സിൽവർ ലൈൻ പദ്ധതിയാണെങ്കിലും മറ്റേത് പദ്ധതിയാണെങ്കിലും മാറ്റിപ്പാർപ്പിക്കപ്പെടേണ്ട ഒരു ജനവിഭാഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ആശങ്കയാണ് മതിയായ നഷ്ടപരിഹാരവും പുനരധിവാസവും എന്നുള്ളത്. അതിൽ പല ആൾക്കാർക്കും അത് വ്യക്തമല്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പം സർക്കാർ നേരത്തെ ഒരു 2013 മുന്നേ ലാൻഡ് അക്യൂസേഷൻ ചെയ്തത് വന്നിട്ട് ഒരു 120 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളൊരു ആക്ടിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ആക്ടിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ 2013 ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ദി റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്യൂസേഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് 2013 എന്നാണ് ആ ആക്ട്. ആ ആക്ട് പ്രകാരം മതിയായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഏതൊരു പദ്ധതിക്ക് വേണ്ടിയിട്ടും ലാൻഡ് അക്യൂസേഷൻ ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പല ആൾക്കാരും പഴയ ലാൻഡിൽ ഞാൻ പറഞ്ഞ നേരത്തെ 120 വർഷം പഴക്കമുള്ള പഴയ ലാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുത്തുള്ളൂ. ഇപ്പം മൂലമ്പള്ളിയും അതുപോലുള്ള പദ്ധതികൾക്ക് വേണ്ടി ലാൻഡ് അക്യൂർ ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് ഇതിലും അത്തരമൊരു ഇത് വരും എന്നുള്ളൊരു ഭീതിയിലോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. ഈ 2013 ആക്ടിൽ സെക്ഷൻ 38 ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ദി Collector shall take the possession of land after ensuring the full payment of compensation as well as rehabilitation and resettlement entitlement are paid or tendered to the entitled person within a period of 3 months. അതായത് ഈ കളക്ടർ വന്നിട്ട് ഈ പൊസിഷൻ എടുത്തതിന് ശേഷം 3 മാസത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ തുക പൂർണ്ണമായിട്ടും നഷ്ടപരിഹാര തുക പൂർണ്ണമായിട്ടും വ്യക്തികളിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ and a period of 6 months for the monetary part of the rehabilitation and resettlement entitlement listed in the second schedule commencement from the date of award of made under the section 13. Under section 13 പ്രകാരം നോട്ടിഫൈ ചെയ്തതിന് ശേഷം 6 മാസത്തിനുള്ളിൽ തന്നെ പുനരധിവാസവും ഉറപ്പുവരുത്തണമെന്ന് പറയുന്നുണ്ട്. അതേ സെക്ഷൻ 38/2 പറയുന്നത് ബാധിക്കപ്പെട്ട കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് മുമ്പ് പുനരധിവാസം പുനഃസ്ഥാപന നടപടികൾ എല്ലാ അർത്ഥത്തിലും പൂർത്തീകരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം കളക്ടർക്കാണ്. അതായത് ഈ നിയമത്തിൽ ഇതെല്ലാം
അനുശാസിക്കുന്നുണ്ട്. അപ്പം ഇത് നിർബന്ധമായിട്ടും ജനങ്ങൾക്ക് പുനരധിവാസവും പുനഃസ്ഥാപനവും നഷ്ടപരിഹാരവും കൃത്യസമയത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത് നിയമപരമായിട്ട് ബാധ്യതയാണ്. അത് തീർച്ചയായും സിൽവർ ലൈൻ പദ്ധതി ആ ആക്ടിൻ്റെ പുറത്തിലാണ് നമ്മൾ ലാൻഡ് അക്യൂസേഷൻ വരുന്നത്. എല്ലാവർക്കും പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും സിൽവർ ലൈൻ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് കൂടെ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം അരുൺ എന്നൊരാളാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഇമെയിൽ വഴി ലഭിച്ചതാണ്. സിൽവർ ലൈൻ അന്തരീക്ഷ മലിനീകരണം കുറക്കുന്നതിന് സിൽവർ ലൈൻ പദ്ധതിയിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. രണ്ടാമത്, സിൽവർ ലൈൻ വന്നാൽ എത്രമാത്രം കാർബൺ ഫുട് പ്രിൻ്റിൻ്റെ അളവ് കുറക്കാൻ സാധിക്കും? മരങ്ങൾ മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ടോ? അതുപോലെ സിൽവർ ലൈന് വേണ്ടി ഉപയോഗിക്കുന്ന എനർജിയുടെ ഊർജ്ജത്തിൻ്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്? എക്കോസിസ്റ്റത്തിൽ പാരിസ്ഥിതിക സംവിധാനത്തിൽ ഉണ്ടാകാവുന്ന നഷ്ടങ്ങളൊക്കെ ഏത് രീതിയിലാണ് കണക്കാക്കിയിരിക്കുന്നതാണ് അരുൺ ചോദിക്കുന്നത്. ഇതിന് ഉത്തരം നൽകുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ജയകുമാർ. എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ റെയിൽ ട്രാൻസ്പോർട്ടാണ് ഏറ്റവും കുറച്ച് എൻവയൺമെൻറ്റൽ പൊല്യൂഷനുള്ള സിസ്റ്റം. അതിൽ റെയിൽ ട്രാൻസ്പോർട്ടിൽ എസ്പെഷ്യലി നമ്മൾ ഇലക്ട്രിക് ട്രാക്ഷനും കൂടെ ആകുമ്പോൾ പൊല്യൂഷൻ വിൽ ബി നിൽ. പ്രാക്ടിക്കലി പൊല്യൂഷൻ സീറോ ആയിരിക്കും. ഇപ്പോൾ സിൽവർ ലൈനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏത് പ്രോജക്റ്റ് ആണെങ്കിലും നമ്മളിപ്പം പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് തീർച്ചയായിട്ടും കാർബൺ എമിഷൻസ് ഉണ്ടാവും. മെഷീൻസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഒത്തിരി കുറേ മരങ്ങളൊക്കെ വെട്ടിമാറ്റുന്നുണ്ടാവും. അതേമാതിരി സ്ട്രക്ചേഴ്സ് ഡിമോളിഷ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ കാരണം തീർച്ചയായിട്ടും നമുക്ക് കൺസ്ട്രക്ഷൻ പീരീഡിൽ, അതായത് ആദ്യത്തെ ആ ഒരു 5 കൊല്ലം കാർബൺ എമിഷൻസ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ വൺസ് പദ്ധതി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അസസ്മെൻറ്റ് പ്രകാരം നമ്മുടെ കാർബൺ ഡയോക്സൈഡ് സേവിങ്സ് എന്ന് പറയുന്നത് 2.85 ലക്ഷം ടണ്ണാണ് ഒരു വർഷം. ഫസ്റ്റ് ഇയർ ഓഫ് കമ്മീഷനിങ്ങിൽ 2.85 ലാക്ക് ടൺസ് ആയിരിക്കും. അത് ഓരോ വർഷം ചെല്ലുന്നതോറും അത് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് കാർബൺ ഫുട് പ്രിൻറ്റ് സേവിങ്സ് എന്ന് പറയുന്നത്. ഇതാണ്. പിന്നെ മെയിൻ സോഴ്സ് ഓഫ് എനർജി ചോദിച്ചിട്ടുണ്ട്. മെയിൻ സോഴ്സ് ഓഫ് എനർജി നമ്മൾ KSEB ആയിട്ടുള്ള എഗ്രിമെൻറ്റിൽ കംപ്ലീറ്റ് ഗ്രീൻ എനർജി എന്നുള്ളതാണ് എഗ്രിമെൻറ്റ്. അപ്പോൾ KSEBക്ക് ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ഗ്രീൻ എനർജി അല്ല. പക്ഷേ അവർ അതിനുള്ള ഫർദർ സോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അഗ്രിമെൻറ്റ് പ്രകാരമുള്ള ഗ്രീൻ എനർജി ആയിരിക്കും നമുക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ കേരളയിലും ഇപ്പോൾ സോളാർ സിസ്റ്റംസ് പുതിയതായിട്ട് ഇത് നമ്മുടെ സിൽവർ ലൈനിൻ്റെ അലൈൻമെൻറ്റിലും അതിന് അനുയോജ്യമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലും, അലൈൻമെൻറ്റിൽ അല്ലാതുള്ള മറ്റ് സ്ഥലങ്ങളിലും സോളാർ പ്ലാന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സ്കീം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫുള്ളി ഗ്രീൻ എനർജി തന്നെയായിരിക്കും സിൽവർ ലൈനുള്ളത്. അതുകൊണ്ട് പൊല്യൂഷൻ ഫാക്ടർ ഏറ്റവും കുറവ് അല്ലെങ്കിൽ സീറോ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പിന്നെ മില്യൺസ് ഓഫ് ട്രീസ് വിൽ ബി കട്ട് എന്നുള്ള ആ ഒരു വറി അരുൺ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, കുറേ മരങ്ങൾ തീർച്ചയായിട്ടും കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ ഈ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ, അതായത് ഒരു മരം കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് 10 മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എൻവയൺമെൻറ്റൽ ഡാമേജ് എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. ഡാമേജ് പിന്നെ അതുപോലെ ഈ കാർബൺ ഫുട് പ്രിൻറ്റ് ഇപ്പോൾ അത് കൺസ്ട്രക്ഷൻ പീരീഡിലുള്ള ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൺസ്ട്രക്ഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് സേവിങ്സ് ആണ് വരുന്നത്. അപ്പം എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും സിൽവർ ലൈൻ. റോറോ സർവീസിനെ കുറിച്ച് ഒരു ചോദ്യം കൂടിയുണ്ട്. പോൾ എന്നൊരാളാണ് ചോദിക്കുന്നത്. നേരത്തെ റോറോ സർവീസിനെ കുറിച്ച് വിജയകുമാരൻ വളരെ വിശദമായി തന്നെ മറുപടി നൽകുകയുണ്ടായി. പോളിൻ്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് തൃശ്ശൂരിനും കാസർഗോഡിനും ഇടയിൽ ഒരൊറ്റ ലോഡിംഗ് പോയിന്റ് പോലും ഇല്ലാത്തത്, പ്രത്യേകിച്ച് കോഴിക്കോട് പോലെ ഒരു വൻ നഗരത്തിൽ പോലും? രണ്ടാമത്തെ ചോദ്യം: എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വൻ നഗരങ്ങളായ മംഗലാപുരം, കോയമ്പത്തൂർ തുടങ്ങിയ ഭാവിയിലെ മേജർ ട്രാൻസിറ്റ് സ്റ്റേഷനുകളുമായി സിൽവർ ലൈനെ ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് യാതൊരുവിധ പ്രൊപ്പോസലുകളും ഇല്ലാത്തത്? ഈ ചോദ്യത്തിന് വിജയകുമാരൻ സാർ തന്നെ മറുപടി പറയും. There are two important questions in this. First question is on RoRo services, why more stations cannot be included. Second part is
why the high-speed, semi-high-speed line cannot be taken to Mangalore or Coimbatore or connected to Chennai. As far as RoRo services are concerned, I have already explained. Finally, it is going to depend on the extent of traffic available. If demand is there, definitely the services can be improved, more stations can be added. As of now, we have assessed that these 5 stations, which I mentioned earlier, are adequate. Kozhikode is not included because the services, the traffic available indicated that it will not be very high. But it can be included whenever traffic justifies. West Hill is the place where the RO facilities will be available. At West Hill, these services can be developed. But every station, every location, like all the districts in Malabar area or in between Wayanad, everywhere, it may not be possible because one is traffic will not be available, second is it will be very costly affair. As far as taking the semi-high-speed line to Mangalore or Coimbatore is concerned, it is an interstate issue. The semi-high-speed line in Kerala is planned as a interior line between Thiruvananthapuram and Kasaragod. To connect it to Mangalore or connect it to Coimbatore, other states also will have to be involved. We have been trying to get in touch with them, and the Silver Line authorities are planning for that. But the problem is the studies undertaken by the central government do not include these areas. There is no proposal for any high-speed, semi-high-speed line to Mangalore. There is no proposal for any semi-high-speed or high-speed line to Coimbatore. Earlier, there was a proposal from Chennai to Mysore and Chennai to Coimbatore, high-speed line proposal was to be studied. But central government has now curtailed it. Chennai-Mysore is only being studied. Chennai-Coimbatore is not included. State government of Tamil Nadu may take up this subject and may go for a new study. When that study comes, our proposal also can be included there to include it to Coimbatore. Same thing applies to Mangalore. As far as providing facilities are concerned, whenever such a high-speed line is proposed by the adjoining states, they can be comfortably included in our alignment. Our connection towards Coimbatore will be somewhere near Thrissur. Beyond Thrissur, near Punganam, the railway interconnectivity can be arranged. Same thing is applicable at Mangalore. A suitable location between Mangalore and Kasaragod will have to be developed. There, the Mangalore high-speed line and our high-speed line should meet. This is for further planning. Whenever the interstate proposals come, at the time we will study and include. അടുത്ത ചോദ്യം വിൻസെന്റ് ജോൺ കൊല്ലത്തുനിന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം സാധാരണ DPRനെതിരെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പരാതികളിൽ ഒന്നുകൂടിയാണ്. ടോപ്പോഗ്രാഫിക് സർവേ, ഹൈഡ്രോഗ്രാഫിക് സർവേ, ജിയോ ടെക്നിക്കൽ സർവേ തുടങ്ങിയ പഠനങ്ങൾ നടത്താതെയാണ് സിൽവർ ലൈൻ്റെ DPR തയ്യാറാക്കിയത് എന്ന് ആരോപണമുണ്ട്. ഇതേക്കുറിച്ച് വിശദീകരിക്കാമോ? പ്രശാന്ത് സുബ്രഹ്മണ്യം ഇതിന് മറുപടി പറയുന്നു. സിൽവർ ലൈൻ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഒരു DPR തയ്യാറാക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടും എല്ലാ സർവേകളും നടത്തിക്കൊണ്ടുമാണ് DPR തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന ടോപ്പോഗ്രഫിക് സർവേ ആയാലും ജിയോ ടെക്നിക്കൽ സർവേ ആയാലും ട്രാഫിക് പഠനമായാലും ഇതെല്ലാം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ ടോപ്പോഗ്രഫി സർവേയുടെ റിപ്പോർട്ടുകൾ DPR ഇന്ന് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ടോപ്പോഗ്രഫി സർവേ അതായത് ലിഡാർ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. പ്രശാന്ത് തുടരുന്നതാണ്. ഓക്കെ, ഇതിൽ സർവേയുടെ ഭാഗമായിട്ട് ടോപ്പോഗ്രഫിക് സർവേ, അതായത് നമ്മൾ ഏരിയൽ ലിഡാർ സർവേ ഉപയോഗിച്ചിരുന്ന നിലവിലുള്ള ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയായിട്ടുള്ള ലിഡാർ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ടോപ്പോഗ്രഫിക് സർവേ ചെയ്തത്. അതിൻ്റെ റിപ്പോർട്ട് ഈ DPRൻ്റെ ഭാഗമായിട്ട് ടോപ്പോഗ്രഫിക് സർവേ വോള്യൂം 4B പാർട്ട് ബിയിൽ വന്നിട്ട് ആ റിപ്പോർട്ട് അവൈലബിൾ ആണ്. അത് ആർക്കും എടുത്ത് പരിശോധിച്ച് നോക്കാവുന്നതാണ്.
പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു സർവേ എന്ന് പറയുന്നത് ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. അത് DPRൻ്റെ സ്റ്റേജിൽ നമ്മൾ ഏകദേശം ഒരു 127ഓളം ലൊക്കേഷനുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്രിട്ടിക്കലായിട്ടുള്ള ലൊക്കേഷൻസ് നമ്മുടെ കൺസൾട്ടൻറ്റ് സിസ്റ്റർ അഡ്വൈസ് ചെയ്തതിനനുസരിച്ചിട്ടുള്ള ലൊക്കേഷനുകൾ ജിയോ ടെക്നിക്കൽ സർവേ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വോളിയം 4A DPRൻ്റെ ഭാഗമായിട്ട് ഇന്ന് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ട്രാഫിക് സർവേ, നമ്മൾ പ്രധാനപ്പെട്ട റോഡുകളും എയർപോർട്ടുകളും KSRTC ട്രെയിൻ ഇതെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ട്രാഫിക് സർവേ പഠനം നടത്തുകയുണ്ടായി. അത് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വോളിയം 3 അനെക്സർ വോളിയം 3 അവൈലബിൾ ആണ്, ആർക്കും എടുത്ത് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു റാപ്പിഡ് എൻവയോൺമെൻറ്റ് സ്റ്റഡി ഈ DPRൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്, അതും വോളിയം 5 അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പഠനങ്ങളും നടത്തിയിട്ടാണ് DPR തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് ഒരു അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ ഒരു ഡീറ്റെയിൽ ഡിസൈൻ സ്റ്റേജ്, DPR അപ്രൂവൽ ചെയ്ത് ഡീറ്റെയിൽ ഡിസൈൻ സ്റ്റേജിലോട്ട് വരും. അപ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടത്, കൂടുതൽ സർവേകൾ ചെയ്യേണ്ടി വരും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിയോ ടെക്നിക്കൽ സർവേ നമ്മൾ 127 ലൊക്കേഷനുകളിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ കൂടുതൽ കൺസ്ട്രക്ഷൻ്റെ സ്റ്റേജിൽ, ഒരു ഡീറ്റെയിൽ ഡിസൈൻ സ്റ്റേജിൽ വളരെ അടുത്തടുത്ത ഇൻ്റർവെല്ലിൽ കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആ സ്റ്റേജിലാണ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഈ കടന്നു പോകുന്ന ബഹുഭൂരിപക്ഷവും ഒരു പ്രൈവറ്റ് ഭൂമിയാണ്. അപ്പോൾ അതിൽ എല്ലാ സ്ഥലത്തും എല്ലാവരുടെ വീട്ടിലും എല്ലാവരുടെ പറമ്പിലും കയറിയിട്ട് നമുക്ക് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. അതുകൂടാതെ അതിന് ഫണ്ട്, ഇപ്പം ഉദാഹരണത്തിന് പറയും മുംബൈ അഹമ്മദാബാദിൽ സോയിൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്, മുംബൈ അഹമ്മദാബാദ് റെയിൽ പ്രൊജക്റ്റിന് സോയിൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് LNT സൂററ്റിൽ വന്നിട്ടൊരു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലബോറട്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 900 എംപ്ലോയീസ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 500-600 കോടിയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ. അപ്പോൾ അത് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഡിസൈൻ സ്റ്റേജിലാണ് ചെയ്യുക. അത് നമ്മളും ആ ഒരു DPR അപ്രൂവൽ ചെയ്ത് കൺസ്ട്രക്ഷൻ പീരീഡിൽ ചെയ്യും. അപ്പോൾ DPR ഒരു രൂപരേഖ തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ട എല്ലാ പഠനങ്ങളും നടത്തിയിട്ടാണ് DPR തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. യെസ്. With Prashant's permission, I would like to add little more information on this. The Silver Line DPR I have gone through in detail is made on a very detailed, elaborate basis. If you compare this DPR with any other DPR of high-speed, semi-high-speed lines in the country or even abroad, this much of details will not be there. Extensive surveys have been done. Surveys include geotechnical survey, which is every 5 kilometer boring, and critical locations additional boring. Surveys include detailed topographical survey, which is by LIDAR, very, very accurate. It is more accurate than the manual methods. As far as hydrographic survey is concerned, complete study of the alignment with reference to the rivers, floodplains, paddy fields has been done in advance before the alignment proposals, plan and profile proposals, viaduct or embankment or tunnel has been decided. So the amount of exercise which has gone into the DPR making is quite substantial compared to any project. Most of the other projects we find they go by block estimates, 1 kilometer, 1 rate, and that rate is adopted uniformly. Whether it is going to be within that or above, nobody will know. In our DPR, we have done detailed costing. Unit costing has been adopted. Individual items have been assessed. The type of construction has been decided. And then the estimate has been worked out. And the method of construction has been worked out. Whether to do a tunnel, bigger profile tunnel or a smaller profile tunnel has been studied in detail. So I don't think that there is any deficiencies there in the assessment of the requirements in terms of technical or quantities in the DPR, particularly floods. Flood, because our 2018-2019 experience have taught us a lot of lessons. Lot of exercise has been included in the floods, and we are very sure that there is no chance of any flooding which is going to occur on account of the railway line. So we can be happy about this DPR. ഇന്ത്യയിലെ ഏതൊരു റെയിൽവേ പദ്ധതിയുടെയും DPR-നേക്കാളും വിശദാംശങ്ങൾ അടങ്ങിയ DPR ആണ് സിൽവർ ലൈൻ എന്ന് ആണ് എസ് വിജയകുമാരൻ പറയുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ നിരവധി റെയിൽവേ പ്രൊജക്ടുകളുടെ DPR തയ്യാറാക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയായിരുന്ന ആളാണ്. കേരളത്തിലെ അടുത്തിടെ ഉണ്ടായ ഏറ്റവും രൂക്ഷമായ 2 വെള്ളപ്പൊക്കങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ DPR തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോഗ്രാഫിക് സർവേയും ഹൈഡ്രോളജിക്കൽ സർവേയും ഒക്കെ വളരെ വിശദമായി തന്നെ നടത്തുകയും
ചെയ്താണ് ഈ സിൽവർ ലൈനിൻ്റെ DPR തയ്യാറാക്കിയിരിക്കുന്നതെന്ന് S. വിജയകുമാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. അടുത്ത ഒരു ചോദ്യം, സിൽവർ ലൈൻ അലൈൻമെൻറ്റ് കടന്നു പോകുമ്പോൾ നിലവിലുള്ള വൈദ്യുതി, വെള്ളം തുടങ്ങിയ അവശ്യ സർവീസുകളെ ഏത് തരത്തിലാണ് അത് ക്രോസ് ചെയ്തു പോകുന്നത്, ഏത് രീതിയിലാണ് അതിനെ ബാധിക്കുന്നത്, അത് വിശദമായി പറയാമെന്ന് ചോദിക്കുന്നത് നമ്മുടെ കേരളിൻ്റെ FB പേജിൽ സൂരജ് KB ആണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് കേരൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ P. ജയകുമാർ മറുപടി നൽകും. സൂരജിൻ്റെ കൺസേണ് വളരെ വാലിഡായിട്ടുള്ളൊരു കൺസേണാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള യൂട്ടിലിറ്റീസ് നമ്മൾ എങ്ങനെ കേരളയിൽ ക്രോസ് ചെയ്യിപ്പിക്കുന്നുള്ളതാണ്. ഇതിനകത്ത് ബേസിക്കലി വരുന്നത് ഇലക്ട്രിക് ലൈൻസ് ഉണ്ടാവും, വാട്ടർ ലൈൻസ് ഉണ്ടാവും, മറ്റുള്ള കേബിൾസ് ഉണ്ടാവും, മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. അപ്പോൾ നമ്മൾ ഈ എക്സിസ്റ്റിംഗ് യൂട്ടിലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കംപ്ലീറ്റ് യൂട്ടിലിറ്റീസ് നമ്മൾ മാപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഈ യൂട്ടിലിറ്റീസ് ഉള്ളിടത്തൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ക്രോസിങ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു വാട്ടർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ഈ ഇങ്ങനെയുള്ള ഈ ക്രോസിങ്ങിന് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ഫോളോ ചെയ്യുന്ന അതേ സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു വാട്ടർ ലൈനാണ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു എൻകേസിങ് പൈപ്പ് കൊടുത്തിട്ട് അതിനുള്ളിൽ കൂടെ ആയിരിക്കും ഇത് ക്രോസ് ചെയ്യുന്നത്. അതേമാതിരി ഇലക്ട്രിക് ലൈൻ ആണെങ്കിലും ഇതേ സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എക്സിസ്റ്റിംഗ് റോഡിൽ കൂടെ ആയിരിക്കും സാധാരണ വരിക. അപ്പം നമുക്കുള്ള റോഡ് ഓവർ ബ്രിഡ്ജസ് അല്ലെങ്കിൽ റോഡ് അണ്ടർ ബ്രിഡ്ജസ് അല്ലെങ്കിൽ മറ്റുള്ള കൾവേർട്സ് ഇതിലെല്ലാം ഇങ്ങനെയുള്ള യൂട്ടിലിറ്റീസും കൂടെ എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുന്നുണ്ടാവും. സോ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കൂടെ നമ്മൾക്ക് ഈ ക്രോസിംഗ് പോയിൻറ്റ്സിൽ കൂടെ യൂട്ടിലിറ്റീസും എടുത്തിട്ട് വരാൻ പറ്റും. അത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള മറ്റുള്ള യൂട്ടിലിറ്റി ഡക്ട്സ്, അതായത് ക്രോസ് ചെയ്യുന്ന യൂട്ടിലിറ്റി ഡക്ട്സ് കൊടുക്കേണ്ടതായി ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്നത് അത് നമ്മുടെ പ്രോജക്റ്റ് എക്സിക്യൂഷൻ സ്റ്റേജിൽ, ഡിസൈൻ സ്റ്റേജിൽ ഡിസൈഡ് ചെയ്യുന്നതാണത്. സോ യൂട്ടിലിറ്റി ക്രോസിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ദാറ്റ് വിൽ ബി ടേക്കൻ കെയർ. കേരളിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ദിലീപ് തപസ്യ കൊഴുവല്ലൂർ എന്ന ഐഡിയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്കായി വസ്തു വിട്ടുകൊടുക്കുന്നവരുടെ യോഗം ജില്ലാ കളക്ടർമാർ സംഘടിപ്പിക്കുമോ? അപ്പോൾ വസ്തു വിട്ടുകൊടുക്കുന്നവർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിന് പ്രശാന്ത് സുബ്രഹ്മണ്യം മറുപടി നൽകുന്നതാണ്. തീർച്ചയായും ഇപ്പം SIA പഠനം നടത്തിയിട്ട് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പബ്ലിക് ഹിയറിംഗ് ഉണ്ടാവും. അത് ജനപ്രതിനിധികളും കളക്ടറും റവന്യൂ അധികാരികളും എല്ലാവരും കൂടെ ഒരു പബ്ലിക് ഹിയറിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അതിൽ ജനങ്ങൾക്ക് അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുക, അവരുടെ കാര്യങ്ങൾ വിശദമാക്കാവുന്നതാണ്. സിൽവർ ലൈൻ നിലവിൽ വന്നാൽ ഒരു ഭാഗത്തേക്ക് ഓരോ 20 മിനിറ്റിലും ട്രെയിൻ ഉണ്ടാകും. തുടക്കത്തിൽ പരമാവധി 20 മിനിറ്റ് മാത്രമേ യാത്രക്കാർക്ക് അടുത്ത ട്രെയിനിനായി സ്റ്റേഷനിൽ കാത്തിരിക്കേണ്ടി വരികയുള്ളൂ. പിന്നീട് ആവശ്യമായി വന്നാൽ 5 മിനിറ്റ് ഇടവിട്ട് സർവീസ് നടത്താനും കഴിയും. ആ രീതിയിലാണ് സിൽവർ ലൈനിലെ സിഗ്നലിംഗ് സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത്. ട്രെയിനുകൾക്ക് സിഗ്നൽ നൽകുന്നതിനും വേഗത നിയന്ത്രിക്കുന്നതിനും ഏറ്റവും സുരക്ഷിത സംവിധാനമായ യൂറോപ്യൻ റെയിൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ERTMS സിസ്റ്റത്തിൻ്റെ ഭാഗമായ യൂറോപ്യൻ ട്രെയിൻ കൺട്രോൾ സിസ്റ്റമാണ് സിൽവർ ലൈനിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സിൽവർ ലൈൻ ഏർപ്പെടുത്തുന്ന സിഗ്നൽ സംവിധാനത്തിൽ ട്രെയിനിനകത്ത് നിന്ന് തന്നെ സിഗ്നൽ ലഭ്യമാകുന്ന ക്യാബ് സിഗ്നലിംഗ് സിസ്റ്റമാണ് ഉണ്ടാവുക. യാത്രയിലുടനീളം ട്രെയിനിൻ്റെ വേഗത സ്വയം നിയന്ത്രിക്കാൻ കഴിയുമെന്നതാണ് ക്യാബ് സിഗ്നലിൻ്റെ പ്രത്യേകത. നിലവിലെ സിഗ്നലിംഗ് സംവിധാനത്തിൽ 2 സ്റ്റേഷനുകൾക്കിടയിൽ ഒരു ട്രെയിൻ മാത്രമേ ഒരേ സമയത്ത് കടത്തിവിടാൻ പറ്റുകയുള്ളൂ. ഒരു ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ എത്തിയാൽ മാത്രമേ അടുത്ത ട്രെയിനിന് പുറപ്പെടാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പാതയുടെ ശേഷി, അതായത് അങ്ങനെ ആകുമ്പോൾ പാതയുടെ ശേഷി പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയില്ല. സിൽവർ ലൈനിൽ ഒരു ട്രെയിൻ പുറപ്പെട്ട് കുറഞ്ഞത് 5 മിനിറ്റിനകം തന്നെ അടുത്ത ട്രെയിനിന് പുറപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് ഭാവിയിൽ 5 മിനിറ്റിൻ്റെ ഇടവേളയിൽ തന്നെ ട്രെയിൻ സർവീസുകൾ നടത്താൻ പറ്റുമെന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മാറ്റത്തിന് വേഗം കൂട്ടാൻ ഏറ്റവും അനിവാര്യമായ പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി. കേരളം മാറണം, സിൽവർ ലൈൻ വരണം. സിൽവർ ലൈൻ വരും, കേരളം മാറും. സംശയങ്ങൾക്ക് നിവാരണവും
ആശങ്കകൾക്ക് പരിഹാരവുമായി സിൽവർ ലൈൻ ജനസമക്ഷം ഓൺലൈൻ പരിപാടി ഇനിയും തുടരുന്നതാണ്. ഈ പരിപാടിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചവർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പദ്ധതി വീക്ഷിച്ചവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സിൽവർ ലൈൻ ജനസമക്ഷം